മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ നിലയിൽ തന്നെ തുടരുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കണ്ടത്. തുടർച്ചയായ 8 ദിവസങ്ങൾ മുന്നേറി. അതിനുശേഷം 9ാം ദിവസമാണ് ഒരു കറക്ഷന് നിഫ്റ്റിയും സെൻസെക്സും വിധേയമായത്. എന്തു തന്നെയായാലും വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാങ്കേതിക തിരുത്തൽ, വലിയൊരു ഇടിവ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹിഡ്ജ് ഇക്വിറ്റീസ് സിഇഒ എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തകർച്ച ഇപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നത് തന്നെയല്ലേ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഗ്ലോബൽ വിപണികൾ പലതും വീണപ്പോഴും ഇന്ത്യൻ വിപണികൾ ബജറ്റിന് ശേഷമുള്ള കറക്ഷന് ശേഷമുള്ള ആ തിരിച്ചുവരവ് അത് ഇപ്പോഴും വളരെ ഇൻടാക്റ്റായി തന്നെ തുടരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം. തിങ്കളാഴ്ചയും മാർക്കറ്റ് ആ രീതിയിൽ തന്നെ നീങ്ങാനല്ലേ സാധ്യത? മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നാലും മൈനർ കറക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ വലിയൊരു റാലി തന്നെ നമ്മൾ കണ്ടു മാർക്കറ്റിൽ. അതിന് അനുകൂലമായ പല ഘടകങ്ങളുമുണ്ട്. നമ്മൾ പലപ്പോഴും അത് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായി ഇതിനൊക്കെ മുമ്പ് സംഭവിച്ചതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫിനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. അതല്ലെങ്കിൽ ഗ്ലോബൽ ഏതെങ്കിലും വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ അഗ്രസീവായിട്ടുള്ള ബൈയിങ് മോഡിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. മിഡ് ക്യാപ്പിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ചില മിഡ് ക്യാപ്പ് റിസൾട്ട് മോശമായിരുന്നു. ആ ഒരു റിസൾട്ട് മാർക്കറ്റിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തു. ഫ്രണ്ട് റൺ സ്റ്റോക്കൊക്കെ തന്നെ വളരെ നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതേസമയത്ത് മിഡ് ക്യാപ്പിൽ ആ ഒരു റിസൾട്ട് ആ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ നിലനിർത്താൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ACC വളരെ മോശം റിസൾട്ടായിരുന്നു. വിപ്രോ ഗൈഡ് ലൈൻസ് മോശമായി. വിപ്രോ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നമ്മൾ കണ്ടു. HDFC ബാങ്ക് അസറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടില്ല. അതിൽ NPA ഇൻക്രീസ് ചെയ്തു. അതൊക്കെ ഒരു നെഗറ്റീവായിരുന്നു ബാങ്കിൽ. യെസ് ബാങ്കിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതേസമയത്ത് HDFC ഒക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് റിസൾട്ടിൽ വരുന്നത്. എന്തായാലും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതേസമയത്ത് ചെറിയ കറക്ഷൻസ് ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കറക്ഷൻ സംഭവിക്കുന്നുണ്ട് പല സ്റ്റോക്കിലും. ഓരോ റിസൾട്ട് ഇപ്പം TVS മോട്ടോഴ്സൊക്കെ 10% കറക്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ സ്റ്റോക്കിലും കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതേസമയത്ത് ഫാർമ വളരെ ഷാർപ്പായിട്ടുള്ള ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ചില ഇപ്പോൾ IT വെയിറ്റേജ് നിഫ്റ്റിക്ക് കൂടുതൽ, സെൻസെക്സിന് കൂടുതൽ കൊടുത്തു. അതൊക്കെ ഒരു പരിധി വരെ സെൻസെക്സ് ബാലൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ നമുക്കറിയാം ചില സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ റിസൾട്ട് സ്റ്റഡി ചെയ്ത് അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ സെക്ടർ വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുമാണ് ഇനി വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യത കൂടുതൽ. എന്തു തന്നെയാണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇപ്പോൾ ഈ റാലിയിൽ മുന്നിട്ട് നിന്നത് തീർച്ചയായും ലാർജ് ക്യാപ്പ് ഓഹരികളാണ്. ലാർജ് ക്യാപ്പ് ഓഹരികൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികൾ, ഇത്രയും നാൾ ഇതിലൊന്നും അധികം പങ്കാളികളാകാതെ നിൽക്കുന്ന ചില കമ്പനികൾ, പ്രത്യേകിച്ചും റിലയൻസിൽ തുടങ്ങി ഇൻഫോസിസ്, TCS തുടങ്ങിയവയെല്ലാം വളരെ മികച്ച പ്രവർത്തന ഫലമാണ് പുറത്തുവിട്ടത്. ഇതിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വെള്ളിയാഴ്ച പുറത്തു വന്ന ഫലം മാത്രമേ, അതും മികച്ചതായിരുന്നു, പക്ഷേ അതിന്റെ കിട്ടാക്കടം കൂടി എന്നത് മാത്രമാണ്. ഒരേ ഒരു കമ്പനി മാത്രമേ ഇതുവരെയുള്ളതിൽ ലാർജ് ക്യാപ്പിൽ മോശം പ്രവർത്തന ഫലം കാഴ്ചവെച്ചിട്ടുള്ളൂ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മിഡ് ക്യാപ്പ് ഓഹരികൾ, അതിൽ ഫാർമയിൽ ഗ്ലെൻമാർക്കൊക്കെ വളരെ മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെച്ചു. ബയോകോൺ മാത്രമാണ് അല്പം നിരാശപ്പെടുത്തിയത്. 103 കോടി രൂപ മാത്രമേ അതിന്റെ ആദ്യപാദ ലാഭത്തിൽ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ലാർജ് ക്യാപ്പ് മൂവ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണോ ഈ സെൻസെക്സും നിഫ്റ്റിയും? കാരണം മിഡ് ക്യാപ്പിൽ നിക്ഷേപിച്ചിരിക്കുന്ന പലരും, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും നിക്ഷേപകരും വലിയ പണം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ലാർജ് ക്യാപ്പുകാർക്ക് മാത്രമേ നേട്ടമുള്ളൂ എന്നൊരവസ്ഥയാണോ, അതോ ഇത് വരും ദിവസങ്ങളിൽ ഇത് മാറുമോ? അല്ല, അതിന് തീർച്ചയായിട്ടും മാറ്റം സംഭവിക്കും. എപ്പോഴും മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റൈഡ് സംഭവിക്കുമ്പോൾ ആദ്യത്തെ മൂവ് ഫ്രണ്ട് റൺ സ്റ്റോക്കിലാണ് വരിക. അതാണ് ലാർജ് ക്യാപ്പിലാണ് പലപ്പോഴും വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്. ഇതിൻ്റെ ഒരു റീസൺ, ഈ സ്റ്റോക്ക് എന്തുകൊണ്ട് ലാർജ് ക്യാപ്പായി നിലനിൽക്കുന്നു, അതിൻ്റെ റിസൾട്ട്, ആ സ്റ്റോക്കിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളരെ അട്രാക്റ്റീവ് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളാണ്. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ശരി, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി. അപ്പോൾ ഫണ്ട് ഫ്ലോ ഏത് സ്റ്റോക്കിലേക്ക് വരുന്നു, അതാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഈ സ്റ്റോക്കുകൾ അനൗൺസ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷനാണ് ആ സ്റ്റോക്കിൽ നമ്മൾ മൂവ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിൽ എല്ലാ കമ്പനികളും ഒരു പരിധിവരെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിലനിർത്താൻ ഈ കമ്പനികൾക്ക് സാധിച്ചില്ല. അതുപോലെ എപ്പോഴും മിഡ് ക്യാപ്പിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനാണ് പലപ്പോഴും വരിക. അതിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ അധികം ഫോക്കസ് ചെയ്യുക. ഇവിടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു റൈഡ് എന്തു തന്നെയാണെങ്കിലും നമുക്കറിയാം ഈ മിഡ് ക്യാപ്പിലൊക്കെ തന്നെ കഴിഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റൈഡ് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 1500 നിന്നും 2800 വരെയാണ് മൂവ് ചെയ്തത്. അതേസമയത്ത് ചില സ്റ്റോക്കുകളൊക്കെ 3 to 4, 5 ടൈംസ് വരെ മിഡ് ക്യാപ്പിൽ റാലി ചെയ്ത സ്റ്റോക്കുകൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വലിയൊരു റാലി സംഭവിച്ചു, അതിൻ്റെ കൺസോൾട്ടേഷനിലേക്ക് പോകുന്നു, ഒരു റിയാലിറ്റിയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മിഡ് ക്യാപ്പിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും ആ ഒരു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു കറക്ഷൻ മോഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വന്നു, അതിനുശേഷം അടുത്ത ലെഗിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഞാൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ റിസൾട്ട് വരാനിരിക്കുന്ന 3 ഓഹരികളെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കാം. ഹാവൽസ് എനിക്ക് തോന്നുന്നു ലാർജ് ക്യാപ്പ് ഓഹരിയാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു. 5 രൂപ മുഖവിലയുള്ള ഓഹരി 1 രൂപയിലേക്ക് മുഖവില അത് വിഭജിച്ചേക്കും എന്നുള്ള വാർത്തകളുണ്ട്. അത് വലിയ റണ്ണപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 1250 അടുത്താണ് നിൽക്കുന്നത്. മറ്റൊരു ഓഹരി മാരുതിയാണ്. ജൂണിലെ സെയിൽസ് ഫിഗേഴ്സ് എക്സലൻറ്റ്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഏപ്രിലിൽ മോശമായിരുന്നു. പക്ഷേ റിസൾട്ട് അതുകൊണ്ട് തന്നെ ഈ ജൂണിലെ ഇതുകൊണ്ട് തന്നെ വളരെ മികച്ച റിസൾട്ട് ആയിരിക്കുമെന്ന് പൊതുവെ വിപണിക്ക് പ്രതീക്ഷയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് L&T. ഇത് 3മാണ് അടുത്ത ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനികൾ വരാനുള്ളത്. എനിക്ക് തോന്നുന്നു SBI അതിൻ്റെ അടുത്ത ആഴ്ച. ഇതിൽ 3 കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിൽ L&T വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാനും വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക്, പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻറ് പുതിയ സ്പെൻഡിങ് ആ കമ്പനിയെ സംബന്ധിച്ച് L&Tയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഹാവൽസ് വലിയൊരു റിസർവ് ഇരിക്കുന്നു എന്നുള്ളത് ഒരു ബോണസിനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മൺഡേ റിസൾട്ട് വരുന്നു, അതുപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഓൾറെഡി ഫണ്ടമെൻ്റലി വളരെ ശക്തമായിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം അതിൽ റിസൾട്ടിന് ശേഷം വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു റാലി വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വേരിയസ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നു. സെയിൽസ് ഫിഗർ വളരെ ബെറ്ററാണ്. ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. നല്ല ക്യാഷ് റിസർവ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയൊരു റാലി സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇനിയും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് ഈ സ്റ്റോക്ക് കുറേ കൂടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ മാരുതിയാണ്. ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗർ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് പുറത്തു വരുന്നത്. നെക്സ്റ്റ് വീക്ക് മാരുതിയുടെ റിസൾട്ട് വരുന്നു. വളരെ വലിയൊരു റൈഡ് മാരുതിയിൽ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മാരുതി വീണ്ടും അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. കാരണം ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അത് ഓവറോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഗ്രോത്ത് തന്നെ. ഈ ഓട്ടോമൊബൈൽ ഹെവി വെഹിക്കിൾസ് ആണ്, ചെറിയ മീഡിയം ഹെവി വെഹിക്കിൾസിലൊക്കെ തന്നെ വലിയൊരു സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത് ഓവറോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. അത് മാരുതിയിലും ഒക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സനൽ നേരത്തെ പറഞ്ഞ 3 സ്റ്റോക്കും, അതിൽ മാരുതി ആണെങ്കിലും L&T ആണെങ്കിലും ഹാവൽസ് ആണെങ്കിലും ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഓരോ ഡിപ്പും ഇനി അങ്ങോട്ടുള്ള ഓരോ കറക്ഷൻസും ഈവൻ കറന്റ് വാല്യൂ പോലും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഈ 3 ലാർജ് ക്യാപ്പ് ഓഹരികളും ഒരുപക്ഷെ അവയുടെ റിസൾട്ടുകളായിരിക്കും അടുത്ത ലെഗിലെ കുതിപ്പിലേക്ക് വിപണിയെ സഹായിക്കുക, പ്രത്യേകിച്ചും മാരുതിയും L&Tയും. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നേരത്തെ സൂചിപ്പിച്ച ചില മിഡ് ക്യാപ്പുകളുടെ കാര്യം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാം. പ്രത്യേകിച്ചും ബയോകോൺ 144 കോടി രൂപയാണ് ആദ്യപാദ ലാഭം പ്രതീക്ഷിച്ചത്. പക്ഷേ ലഭിച്ചത് 103 കോടി രൂപ. കഴിഞ്ഞ വർഷം 93 കോടി രൂപയായിരുന്നു ഇതേ പാദത്തിൽ രേഖപ്പെടുത്തിയത്. അവിടെ നിന്നും ഒരു വർധനയുണ്ടായി. ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് വിപണി പ്രതീക്ഷിച്ച അത്രയും വരാത്തതിനാൽ ഒന്ന് കറക്റ്റ് ചെയ്തു, ഒന്ന് താഴെ വന്നിട്ടുണ്ട്. ബയോകോൺ അതുപോലെ തന്നെ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യമാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച TVS മോട്ടോഴ്സ്. പ്രവർത്തന ഫലം മോശമായി താഴെ വന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൻ്റെ കിട്ടാക്കടം കൂടുകയും ചെയ്തു. ഈ 3 ഓഹരികൾ ഇതിൽ ബയോകോൺ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ആ ഒരു ക്വാർട്ടർ റിസൾട്ട് കാരണം ഓവറോൾ അവരുടെ പെർഫോമൻസ് ലാസ്റ്റ് 2 years ആയിട്ട് വളരെ നല്ല പെർഫോമൻസ് ആണ്. ഒരു ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് പ്രതീക്ഷിച്ച രീതിയിൽ ആ റിസൾട്ടിന് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്കൊന്ന് നെക്സ്റ്റ് കമ്മിങ് റിസൾട്ടൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബയോകോൺ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. കുറച്ചുകൂടെ ഒരു കറക്ഷൻ ഒരു 5 to 6% കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. TVS മോട്ടോഴ്സ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ, ഫ്രൈഡേ 10% ആണ് ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തത്. ആ സ്റ്റോക്കിൽ അടുത്തൊരു കറക്ഷനോട് കൂടി ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്യും. ഒരു 130 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും TVS മോട്ടോഴ്സ് ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ റിസൾട്ട് മോശം, അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് സംഭവിച്ചു. അപ്പോൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ ഒരു റിസൾട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഒരു ഹ്യൂജ് സെൽ ഓഫിലേക്ക് മാർക്കറ്റ് പോകാനുള്ള റീസൺ അതായിരുന്നു. PNB
വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരുന്നു. എന്നാൽ NPA കൂടി പല സ്റ്റോക്കിലും പല ഇപ്പോൾ യെസ് ബാങ്ക് ആണെങ്കിലും പല ബാങ്കിങ് സ്റ്റോക്കിലും സംഭവിച്ചിരിക്കുന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതും NPA കൂടാനുള്ള ഒരു പോസിബിലിറ്റി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്കാണ്. എനിക്ക് തോന്നുന്നു ആ സ്റ്റോക്ക് വീണ്ടും ചെറിയൊരു കറക്ഷൻ നേരിട്ടു. അടുത്തൊരു കറക്ഷനോട് കൂടി വളരെയധികം സ്പേസ് അപ്പർ സൈഡിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. PNB തീർച്ചയായിട്ടും അത് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. വളരെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. വീണ്ടും ഞാൻ പറഞ്ഞു നിഫ്റ്റി പോലെ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം സെക്കൻഡ് ലെഗ് ഒരു മാർക്കറ്റിൽ അപ്സൈഡിലേക്ക് വീണ്ടും മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ബയോകോൺ ആണെങ്കിലും PNB ആണെങ്കിലും ഇതൊക്കെ തന്നെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള മാരുതിയൊക്കെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്ന മാർക്കറ്റിൽ വളരെ ലിമിറ്റഡ് ആണ്. അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് ഓരോ അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ ചില പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ കറക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെരി ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയോട് കൂടി ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിളാണ്. ഷോർട്ട് ടൈം ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോകാം. പക്ഷേ അതിലും വളരെ ഷാർപ്പായിട്ടുള്ള മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ NPAയുടെ കാര്യം പറഞ്ഞു, അതായത് കിട്ടാക്കടം, നിഷ്ക്രിയ ആസ്തി, ബാങ്കുകളുടെ കിട്ടാക്കടം പൊതുമേഖലാ ബാങ്കുകളുടെ കൂടി വരുന്നു എന്നായിരുന്നു മുൻപുള്ള ഒരു പരാതി. ഇപ്പോൾ ഈ വന്ന റിസൾട്ടുകളിൽ എനിക്ക് തോന്നുന്നു യൂക്കോ ബാങ്ക് ഒഴിച്ച് ബാക്കിയുള്ള ബാങ്കുകൾ, അത് ആദ്യം തുടങ്ങി വെച്ച ഇൻഡസിൻഡ് ബാങ്ക്, പിന്നീട് വന്ന അലഹബാദ് ബാങ്ക്, യെസ് ബാങ്ക്, HDFC ബാങ്ക്, HDFC അല്ല, ഇതിൽ അങ്ങനെ പൊതു ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളിലും എല്ലാത്തിലും നിഷ്ക്രിയ ആസ്തി കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 3 ചേരുന്ന റിസർവ് ബാങ്കിന്റെ വായ്പാ നയത്തിൽ പലിശ ഒരു ഇളവ് വരുത്തുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റും ഒന്നുകൂടെ ഒന്ന് കുറയുന്ന ഒരു സാഹചര്യം വന്നാൽ വീണ്ടും ഈ പറയുന്ന നിഷ്ക്രിയ ആസ്തി വീണ്ടും കൂടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇത് NPA മാർക്കറ്റ് പ്രതീക്ഷിച്ചാൽ ഒരു ഇക്കണോമിക് സ്ലോ ഡൗൺ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതിന് ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒരു മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, അദ്ദേഹം എടുക്കുന്ന റിഫോംസ് അതൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെയും ഈ എല്ലാ കമ്പനികളെയും, നമ്മൾക്ക് കിങ്ഫിഷറൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന എക്സാമ്പിൾസ് ആണ്. അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ബേർഡൻ പല കമ്പനികളെ സംബന്ധിച്ചും വലിയൊരു ബേർഡൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് പല കമ്പനികളിലും ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ഹ്യൂജ് ഡെറ്റ്, അതാണ് ബാങ്കിന് കിട്ടാക്കടമായി മാറുന്നത്. അപ്പോൾ അതിന് ടോട്ടൽ ഒരു റീസ്ട്രക്ചറിങ്, ഗവൺമെന്റ് ലെവലിൽ എന്തെങ്കിലും ഇടപെടൽ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു വർഷത്തിനുള്ളിൽ ഈ NPA കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓൾറെഡി മാർക്കറ്റ് ഇത് പ്രതീക്ഷിച്ചാണ് NPA കൂടി വരാനുള്ള ഒരു സാധ്യത. അതും മാർക്കറ്റിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ആ റിസൾട്ടിന് ശേഷം പോലും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരാത്തതിൻ്റെ റീസൺ അതാണ്. ഓവർ എ പീരീഡ് ഓഫ് 1 ഇയർ എനിക്ക് തോന്നുന്നു ഇതിന് വലിയൊരു മാറ്റം സംഭവിക്കും. ടോട്ടൽ ഇക്കണോമിക് സിറ്റുവേഷനിൽ വലിയൊരു ചേഞ്ച് ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഈ കമ്പനികളിലൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം NPA പതുക്കെ കുറയാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. നിയർ ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു NPA അടുത്ത റിസൾട്ടോട് തന്നെ NPA കുറയാനുള്ള മെഷേഴ്സ് ഗവൺമെന്റ് എടുത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു ഓഹരി തീർച്ചയായും ഈ വേദിയിൽ ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും സിയറ്റ് ടയേഴ്സ്. അതായത് ടയർ കമ്പനികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു വർഷമാണ് ഇപ്പോൾ ഇതുവരെ ഉള്ളത്. ടയറിന്റെ വില റബ്ബറിന്റെ വില RSS4 കിലോഗ്രാമിന് 140 രൂപയിൽ നിൽക്കുന്നു. എല്ലാ റബ്ബർ കമ്പനികൾക്കും വളരെ ഒരു ചാകര പോലത്തെ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും സിയറ്റ് ടയേഴ്സ് മോശം പ്രവർത്തന ഫലം കാഴ്ചവെച്ചു. വിപണി വലിയ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സിയറ്റ് ടയേഴ്സ് വലിയ രീതിയിൽ താഴെ പോയി. മറിച്ച് MRF തരക്കേടില്ലാത്ത പ്രവർത്തന ഫലം പുറത്തു വന്നു, ആ ഓഹരിയിൽ ഒരു നേട്ടം കാണുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇല്ല, സിയറ്റിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റൈഡ്, ഓപ്പറേറ്റർ ഡ്രിവൺ ഒരു പരിധി വരാതെ സ്റ്റോക്കാണ്. വലിയൊരു അപ്പ് മൂവ് ആ സ്റ്റോക്കിൽ വന്നിരുന്നു. അപ്പോൾ റിസൾട്ടിനും വലിയ എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പോൾ ആ റിസൾട്ടിന് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചില്ല. വലിയൊരു പൊസിഷൻ ഓഫ് ലോഡിങ് വന്നു. അതാണ് ഇത്ര ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സിയറ്റിൽ വരാനുള്ളത്. എനിക്കൊന്ന് ഇപ്പോൾ ഒരു സ്റ്റെബിലൈസ് ചെയ്തു ആ സ്റ്റോക്ക്. അഗൈൻ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫെയർ വാല്യൂലാണ് സിയറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ റബ്ബറിന്റെ വില കുറഞ്ഞതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് വേണ്ടി അനുമാനിക്കാം. തീർച്ചയായിട്ടും അത് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയില്ല. എനിക്കൊന്ന് സെയിൽസ് മോശമായി. ഇതൊക്കെ സിയറ്റിനെ ഒരു പരിധി വരെ എഫക്ട് ചെയ്തു. എനിക്ക് അടുത്തൊരു മാർക്കറ്റിംഗ് പുതിയ സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് അവർ തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടും. നമുക്ക് വളരെ ഫെമിലർ ആയ സിയറ്റ് ടയർ നമുക്കറിയാം, മാനേജ്മെന്റ് നല്ലതാണ്. പക്ഷേ ഈ റിസൾട്ട് മോശമായി, അതിന്റെ റിഫ്ലക്ഷനായി വലിയൊരു ഫോൾ വരാനുള്ള ഒരു സാധ്യത. ഇനി അതിലൊരു ഡൗൺ സൈഡ് ലിമിറ്റഡ് ഡൗൺ സൈഡ് ആണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സിയറ്റിൽ സംഭവിച്ചല്ലോ. അടുത്ത ലെവലിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സും വലിയൊരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. വലിയൊരു റാലിക്ക് ശേഷം നല്ല ഒരു കറക്ഷൻ ഈ സെക്ടറിലൊക്കെ തന്നെ നേരിട്ട് കഴിഞ്ഞു. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് അജേഷിന്റെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ബാങ്ക് 24 രൂപ 50 പൈസ നിലവാരത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇനി രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലെവലുകൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ നേരത്തെ വിട്ടുപോയ ബാങ്ക് ആക്സിസ് ബാങ്ക് ആയിരുന്നു. അതിൻ്റെയും കിട്ടാക്കടത്തിൽ വർധനയാണ് കണ്ടത്. അതിലൊരു കറക്ഷൻ കണ്ടു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, SBI, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, L&T, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ്, മഹീന്ദ്ര, റിലയൻസ്, അങ്ങനെ ഒരു പിടി ഓഹരികളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൽ എടുത്ത് പറയേണ്ടത് ആക്സിസ് ബാങ്ക് അതിന്റെ സ്പ്ലിറ്റ് വരികയാണ്. അത് റെക്കോർഡ് ഡേറ്റ് അതെ ഫേസ് വാല്യൂ വിഭജിക്കുന്നു. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ICICI ബാങ്ക് ഒക്കെ എൻ്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ICICI ബാങ്ക്, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതിൽ ആക്സിസ് ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒന്ന് ഫേസ് വാല്യൂ 2 കുറച്ചു. അപ്പോൾ 380 ആണ് അടുത്ത് നെക്സ്റ്റ് വീക്ക് ആ ഒരു റേറ്റിലാണ് ട്രേഡിംഗ് വരിക. 380 ആൻഡ് 334 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 460 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 460 ലെവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ICICI ബാങ്ക് ഒരു ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് ആ സ്റ്റോക്കിൽ വന്നിരുന്നു. 1330 നിന്ന് വന്നിരിക്കുന്ന ഒരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് 1519 വരെ മൂവ് ചെയ്തിരുന്നു. ദെൻ ചെറിയ കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. അഗൈൻ മാർക്കറ്റ് ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ 1400 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ 1260 ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതിൽ ഗ്ലോബൽ ന്യൂസുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശം ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. 1400 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1650 എന്ന് പറയുന്ന ലെവൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ഹിൻഡാൽകോ വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് നമ്മൾ കണ്ടു. അതിനുശേഷം ഫ്രൈഡേ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. 180 ആൻഡ് 160 രണ്ട് സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ടാറ്റ സ്റ്റീൽ ഒരു ലോങ് ടൈം ബെറ്റാണ്. ഈ റൈഡിലൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന്. ഇപ്പോഴും വലിയൊരു സ്പേസ് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. 540, 510 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് വീക്ക് പോലും 510 വന്നതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് ഉണ്ടായി. 575 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് 540 ആണ്. അതൊരു മൈനർ സപ്പോർട്ട് സോണാണ്. മാർക്കറ്റിൽ ചെറിയൊരു സെൽ ഓഫ് വരികയാണെങ്കിൽ 540 ബ്രേക്ക് ചെയ്യാം. 510 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. 615 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, ICICI ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്ക് അടുത്ത കറക്ഷനോട് കൂടി വീണ്ടും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പെട്ടെന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 8000 എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഈ വ്യാഴാഴ്ച ജൂലൈയുടെ അവസാനത്തോടു കൂടി ജൂലൈ സീരീസ് F&O എക്സ്പയറി കഴിയും. F&O എക്സ്പയറി വ്യാഴാഴ്ച നടക്കും. ചൊവ്വാഴ്ച റംസാന്റെ അവധിയാണ്. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴെങ്കിലും 8000-ലേക്ക് എത്തുമോ? കാരണം മാർക്കറ്റ് വെള്ളിയാഴ്ചയാണ് ഒന്ന് ശ്വാസം എടുത്തത്. അതുവരെ വൺ സൈഡ് മൂവ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനു മുൻപ് ഈ ജൂലൈ സീരീസിൽ ഒരു 8000 നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ നിലവാരത്തിൽ പ്രത്യേകിച്ചും വെള്ളിയാഴ്ചത്തെ കറക്ഷൻ കണ്ടപ്പോൾ ഒരു 400 പോയിന്റ് ഇടിയേണ്ടവിടത്ത് അത് വന്നില്ല. മാത്രമല്ല അവസാന ഘട്ടത്തിൽ തിരിച്ചുവരവ് അല്പമെങ്കിലും നഷ്ടം നികത്തുകയും ചെയ്തു. ഇതെല്ലാം കൂടി പരിഗണിച്ച് ഉള്ള ചോദ്യമാണിത്. ഓക്കെ, ഇതിൽ 8000-ലേക്ക് ജൂലൈ സീരീസ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഈ ഫ്രൈഡേ കറക്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്പേസിലേക്ക് മൂവ് ചെയ്തേനെ. ഓൾറെഡി ഒരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അതിൻ്റെ ചെറിയൊരു കറക്ഷൻ ചിലപ്പോൾ ചെറിയ രീതിയിലും കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് എന്തായാലും 8000 മാർക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. 7900 ആണ് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് വരികയാണെങ്കിൽ തന്നെ പോകാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഒരിക്കലും നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഒരിക്കലും ഒരു ബൈ അഡ്വൈസ് ചെയ്യില്ല. കാരണം കുറച്ചുകൂടെ മാർക്കറ്റ് ഒന്നുകിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് അല്ലെങ്കിൽ ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ സനൽ ലോങ് ടൈം വ്യൂവിൽ 8000 ഒക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും 8000 മാർക്ക് ഓഗസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. 8000 മാർക്കിലേക്ക് മാർക്കറ്റ് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ എഗെയിൻ ഒരു റീടെസ്റ്റ് ചിലപ്പോൾ 7450, 500-ലേക്ക് വരുമോ എന്നുള്ള സംശയം എനിക്ക് നിലനിൽക്കുന്നുണ്ട്. ഓഗസ്റ്റിൽ അത്രയും വരാനുള്ള സാധ്യതയുണ്ടോ? കാരണം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ അനുദിനം ഓരോ ദിവസവും വലിയ വലിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. കാരണം ഇൻഷുറൻസിന്റെ 49% ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ആരും കരുതിയില്ല. അല്ല, അതൊക്കെ ഓൾറെഡി നിലനിൽക്കുന്ന ന്യൂസാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് അതിനോട് അത്ര പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാതിരുന്നത്. ഞാൻ ഈ റിസൾട്ട് മിഡ് ക്യാപ് വന്നിരിക്കുന്ന റിസൾട്ട് കുറച്ച് നെഗറ്റീവാണ്. അതൊരു പരിധിവരെ മാർക്കറ്റിനെ ടോട്ടൽ മാർക്കറ്റിന്റെ മൂവിനെ ഒന്ന് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേ വന്നിരിക്കുന്ന റിസൾട്ടൊക്കെ അതായിരിക്കാം ആ 8000 മാർക്കിലേക്ക് പോകാനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ അല്ല, ഞാൻ പറഞ്ഞൊരു ഒരു ചെറിയൊരു കറക്ഷൻ ഡ്യൂ ആയി നിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീ എൻട്രി ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ മിഡ് ക്യാപ്പുകൾ ഈ റണ്ണിംഗ് ക്വാർട്ടർ മുതൽ ഒരുപക്ഷെ കാര്യങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകും. പ്രത്യേകിച്ചും വാഹന വിപണിയിലുള്ള ഉണർവ്, മറ്റു കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഉണർവ്, ബജറ്റിലെ നല്ല നല്ല പ്രഖ്യാപനങ്ങൾ നടപ്പിൽ വരുന്നു, ഇൻഷുറൻസ് മേഖലയിലെ ഉണർവ്. അപ്പോൾ ഫ്യൂച്ചർ ഏർണിംഗ്സ് പൊട്ടൻഷ്യലിനാണ് നമ്മൾ ഇപ്പോൾ പൈസ മുടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ മിഡ് ക്യാപ്പിന്റെ ഇപ്പോഴത്തെ കറക്ഷൻ വലിയ രീതിയിലുള്ള അവസരമാണ് നമുക്ക് തരുന്നത്. അത് അത്തരം ഓഹരികൾ ഇന്നിവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. അത്തരം ഓഹരികളിൽ ഇടിവിന്റെ സാഹചര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താമെന്നാണ് ഭുവനേന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.